നമ്മുടെ സ്കൂളുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന ആവശ്യം ദേശീയ വിദ്യാഭ്യാസ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. യുപിയിലെ ഖൊരഗ്പൂർ കേന്ദ്രീകരിച്ചുള്ള അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് എന്ന സംഘടന ഉയർത്തിയതാണ് ഈ ആവശ്യം. അതാണിപ്പോൾ കേന്ദ്രം NCERTയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുള്ളത്. അമിത്ഷായുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണം എന്നാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. അമിത്ഷാ യൂത്ത് ബ്രിഗേഡിന്റെ അധ്യക്ഷൻ SK ശുക്ല ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഡിസംബർ 18 ഒരു കത്ത് നൽകിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിരുന്നതായും ശുക്ല പറയുന്നു. കത്ത് NCERTയുടെ പരിഗണനയ്ക്ക് വിട്ടത് നടപടിക്രമം മാത്രമാണെന്നും അതൊരു നിർദ്ദേശമല്ലെന്നും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള നിരവധി വിഷയങ്ങളിൽ NCERT പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അധിക വായനക്കായി സ്കൂൾ കുട്ടികൾക്ക് നൽകാറുണ്ട്. പലതരം വിഷയങ്ങളിൽ ഇങ്ങനെ പുസ്തകം ഇറക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന ഒരാളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. സാധാരണയായി പല നേതാക്കളുടെയും കാലശേഷമാണ് അവരുടെ ജീവചരിത്രം പാഠ്യവിഷയമാക്കുന്നത്. ഇങ്ങനെ അധിക വായനക്കായുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധരാണ് തീരുമാനമെടുക്കുന്നത്. അമിത്ഷായെക്കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യവും അതേ വിദഗ്ധർ തന്നെ പരിഗണിക്കും എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതേസമയം ഈ ആവശ്യം ഉന്നയിച്ച് കത്തെഴുതിയ SK ശുക്ല നേരത്തെ അമിത്ഷായുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മൻസ നഗർ സെ സൻസദ് തക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അമിത്ഷാ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് കുറച്ച് ആളുകൾ മാത്രമേ അറിയുന്നുള്ളൂവെന്നാണ് ശുക്ല പറയുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ കൂടുതൽ യുവാക്കൾക്ക് അമിത്ഷായുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിക്കുകയായിരുന്നു. വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം ഇപ്പോൾ നയിക്കുന്നത്. BJPയെ ലോകത്തിലെ തന്നെ വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർത്തിയത് അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ ശക്തവും സുരക്ഷിതവും ആക്കുന്നതിലും അഴിമതി ഇല്ലാതാക്കുന്നതിലും നിയമവ്യവസ്ഥ ശക്തമാക്കുന്നതിലും ഭീകരവാദം ഇല്ലാതാക്കുന്നതിലും അമിത്ഷാ വലിയ പങ്ക് വഹിച്ചുവെന്നും ശുക്ല പറയുന്നു. അതൊക്കെ ശരി തന്നെയാണ്. അമിത്ഷായെ ആരും കുറ്റപ്പെടുത്തുന്നുമില്ല. ഇനി ഈ പറയുന്ന ശുക്ല ആരാണെന്ന് നോക്കാം. അദ്ദേഹമാണ് അമിത്ഷാ യൂത്ത് ബ്രിഗേഡിന്റെ അധ്യക്ഷൻ, അതായത് അമിത്ഷാ ഫാൻസ് ക്ലബിന്റെ നേതാവ്. ഈ സംഘടനയാണ് പുസ്തകത്തിന് വേണ്ടി ബഹളം വെക്കുന്നത്. അവരുടെ അധ്യക്ഷൻ അമിത്ഷായെക്കുറിച്ച് എഴുതിയ പുസ്തകം തന്നെ സ്കൂളിൽ പഠിപ്പിക്കണം എന്നതാകും ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം. അമിത്ഷാ ഒരു മോശം വ്യക്തിയാണെന്ന് പറയുന്നില്ല. ഇതിലും വലിയ മഹാന്മാരൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുമുണ്ട്. അവരുടെ മരണത്തിന് ശേഷമാണ് സാധാരണയായി ജീവിത കഥയൊക്കെ പാഠ്യവിഷയം ആകുന്നത്. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഒരു ഉദാഹരണം നോക്കിയാൽ അമിത്ഷാ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇനിയുള്ള കാലം അദ്ദേഹം ഏതെങ്കിലും വലിയ അഴിമതിയിൽ പെടുകയോ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ ഇല്ലെന്ന് എന്താണ് ഉറപ്പുള്ളത്? ഒരു വ്യക്തി മഹത്തരമായ ഒരു ജീവിതം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് അവർ മഹാന്മാരായി മാറുന്നത്. അവരുടെ ജീവിത ചരിത്രമാണ് നമ്മൾ മാതൃകയാക്കേണ്ടതും സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ചരിത്രം ഇപ്പോൾ തന്നെ പഠിപ്പിക്കണം എന്ന് വാശി പിടിക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്.